ഹോട്ട് കോയിൻ അറിയില്ല? കോയിൻ പ്രത്യേകതയുള്ള കോയിനാണെന്നും പറഞ്ഞ് നമ്മൾ സാധാ കോയിൻ എടുത്ത് കയ്യിൽ വെക്കും. പ്രത്യേകതയുള്ള കോയിൻ, പ്രത്യേകത ഇതാണ്, മനുഷ്യന്റെ ടിഷ്യൂവിൽ തൊട്ട് കഴിഞ്ഞാൽ അത് കത്താൻ തുടങ്ങും, ചുട്ടുപൊള്ളാൻ തുടങ്ങും, കത്താൻ തുടങ്ങും. അപ്പൊ നമ്മൾ വെറുതെ കത്തുന്നു കത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ചെയ്യുക. ഇവര് കണ്ണടച്ച് നിൽക്കുകയായിരിക്കും. കോയിൻ വെച്ച് കഴിഞ്ഞാൽ ചില കോയിൻ വെക്കുന്നതിന് മുമ്പേ കൈവലിക്കും. അതിന്റെ അർത്ഥം എന്താ? അവർ വിശ്വസിച്ച് കഴിഞ്ഞു ആ കോയിൻ കത്താൻ പോവാണ്. ചിലര് വെച്ച് കഴിഞ്ഞിട്ട് ചൂട് കൂടി വരുന്നതിന്റെ ഫീൽ ചെയ്യും. ചിലര് കോയിൻ എറിയും. എറിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ആ കോയിനേലും കയ്യേലും തൊട്ട് നോക്കിയാൽ കോയിൻ ഇരുന്നിടത്ത് ചൂടുണ്ടാവും. അത് വിഷ്വലൈസ് ചെയ്തവർക്ക് ചൂടുണ്ടാവും. ഇത് രണ്ട് അർത്ഥത്തിൽ ഉപയോഗിക്കാം. ഒന്ന്, അന്ധവിശ്വാസങ്ങൾ പ്രചരിക്കുന്ന രീതി. രണ്ട്, വിഷ്വലൈസേഷന്റെ പവർ. രണ്ട് തരത്തിലും ഉപയോഗിക്കാറുണ്ട്. ഞങ്ങള് ഫെയ്ത്ത് റിലേറ്റഡ് ആയിട്ട് പോസിറ്റീവായിട്ട് പറയുന്ന കാര്യം ഡൊസിലിറ്റി. നമ്മൾ പറയില്ലേ, വിധേയപ്പെടാനുള്ള സുജൂദിലെ സ്പിരിറ്റ് ഇല്ലേ, സുജൂദ് ചെയ്യുമ്പോഴത്തെ ആ കൃത്യം ആ സമയത്ത് മനസ്സിൽ വരുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. അപ്പൊ സുജൂദിന്റെ സ്പിരിറ്റ് ആണ് ഞങ്ങൾ ഈ ഡൊസിലിറ്റി എന്ന് പറയുന്നത്. ആ ഡൊസിലിറ്റി അങ്ങേയറ്റമുള്ളവര് അവരിത് മേടിക്കില്ല, അല്ലെങ്കിൽ എറിഞ്ഞു കളയും. കാരണം അവർ ഓൾറെഡി വിഷ്വലൈസ് ചെയ്യും. ട്രെയിനർ കൊടുക്കുന്ന കമാൻഡുകൾ ഓൾറെഡി അവർ വിഷ്വലൈസ് ചെയ്ത് തുടങ്ങും. സോ ദേ വിൽ നോട്ട് ടേക്ക് ഇറ്റ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അത് തീ പോലെയാണ്. അപ്പൊ വിഷ്വലൈസേഷൻ വർക്ക്സ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ഉപയോഗിക്കും. അല്ല, ശരിക്കും പറഞ്ഞ ഞാൻ ഉള്ളത് പറയുകയാണ്, എന്റെ വിശ്വാസമാണ് പറയുന്നത്. അതായത് ഫെയ്ത്ത് സ്ട്രോങ് ആണെങ്കിൽ അന്ധവിശ്വാസങ്ങളിലേക്ക് പോവില്ല. നല്ല വിശ്വാസം സ്ട്രോങ് ആണെങ്കിൽ അവർ അന്ധവിശ്വാസങ്ങളിലേക്ക് പോവില്ല എന്നാണ് എന്റെ വിശ്വാസം. ഈ കൂടോത്രം മന്ത്രം അതൊക്കെ എടുക്കണവര് എടുത്ത ഒരു സാധനം ആ അച്ഛൻ അവർക്ക് പറയുകയാണ്, റോബീസിന്റെ അടുത്ത് കൊണ്ടേ കൊടുത്താൽ. പക്ഷെ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. എനിക്കാണെങ്കിൽ ഇത് ഡീൽ ചെയ്യാൻ അറിയത്തുമില്ല. ഞാനവിടെ വെച്ച് അലമാരിയുടെ ഫോണിൽ വെച്ച് എനിക്ക് കാണാവുന്നിടത്താ. ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല. ഞാൻ പേടിച്ചില്ല. എന്നിട്ട് പിന്നീട് എപ്പോഴും എനിക്കൊന്ന് കോവിഡ് കാലത്താന്ന് തോന്നുന്നു, ക്ലയന്റുകൾ പലരും വന്ന്, സൂയിസൈഡലായിട്ടുള്ള ക്ലയന്റുകളൊക്കെ വന്ന് താമസിക്കുകയാണ്. അപ്പൊ ഡീനസിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ചിന്തിക്കുക, എന്താ ഇപ്പൊ നമ്മുടെ കുട്ടികൾക്ക് നല്ല റിസൾട്ട് കിട്ടാത്ത, ആ സാധനം അവിടെ ഇരിക്കണോണ്ടാണോ? എന്നിട്ട് സിസ്റ്റർ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് എന്നോട് അനുവാദം മേടിച്ചിട്ട് അതുകൊണ്ട് എവിടെയോ കളഞ്ഞു. എവിടെയാ കളഞ്ഞെന്ന് പോലും എനിക്കറിയില്ല. പുഴയിൽ എറിയാണ്, എവിടെയാ കളഞ്ഞെന്ന് അറിയില്ല. പക്ഷെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ദോസ് ഇയേഴ്സ് ഇൻ വിച്ച് ദാറ്റ് വാസ് ദെയർ, ഒരു പക്ഷെ എന്റെ ഫെയ്ത്ത് ടെസ്റ്റഡ് ആയ മാസങ്ങളെന്ന് ഞാൻ വിചാരിക്കും. ഏത് അങ്ങനെ ഒരു സാധനത്തെ പേടിച്ചു കഴിഞ്ഞാൽ ഞാൻ അതവിടെ വെക്കില്ലല്ലോ. അപ്പൊ എന്റെ ഫെയ്ത്ത് ടെസ്റ്റഡ് ആയ മാസങ്ങൾ ഞാൻ നോക്കുമ്പോൾ, അല്ലാതെ നോക്കുമ്പോൾ ആത്മമിത്രയ്ക്ക് ഉയർച്ചയെ വന്നിട്ടുള്ളൂ. തകർച്ചയാണല്ലോ വരേണ്ടത് നമ്മള് ചിന്തിക്കുന്ന രീതിയിലാണെങ്കിൽ. ഒരു തകർച്ചയും വന്നിട്ടില്ല, ഉയർച്ചയെ വന്നിട്ടുള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത് ഇതാണ്, ഇഫ് യു ഹാവ് ഗുഡ് ഫെയ്ത്ത്, നത്തിങ് ഓഫ് ബാഡ് ഫെയ്ത്ത് വിൽ അഫക്റ്റ് യു. ഒന്നും തന്നെ ബാധിക്കില്ല. ഇത് വലിയ പ്രശ്നമാണ് കേട്ടോ. ഇന്ത്യയിൽ ചില പ്രദേശങ്ങളിൽ ചെല്ലുമ്പോൾ, എസ്പെഷ്യലി ജമ്മുവിന്റെ പ്രത്യേകത അറിയുന്നത്, മുസ്ലിംസ് സിഖ് മന്ത്രവാദികളുടെ അടുത്ത് പോകും, സിഖുകാർ ഹിന്ദു മന്ത്രവാദികളുടെ അടുത്ത് പോകും, ഹിന്ദുസ് മുസ്ലിം മന്ത്രവാദികളുടെ അടുത്ത് പോകും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യത്തിൽ, ബ്ലാക്ക് ഇതിന്റെ കാര്യത്തിൽ അവർക്ക് റിലീജിയൻ ഡിഫറൻസ് ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. എന്നിട്ട് ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എക്സസൈസ് ചെയ്യാണ്, ഐ ലവ് യു എക്സസൈസ് ചെയ്യാണ്. ചെയ്തപ്പോഴേക്കും ഒരു ലേഡി ടീച്ചർ പൊങ്ങാൻ തുടങ്ങി ബോഡി. അവര് പൊങ്ങി, ഞങ്ങള് ഹഗ്ഗൊക്കെ കൊടുപ്പിച്ച് നല്ല പോസിറ്റീവായിട്ടിരിക്കും. ചടു പടയെന്ന് പലരും ബോധം കെട്ട് വീഴാൻ തുടങ്ങി. പിടികിട്ടിയ ആള് പൊങ്ങിയപ്പോഴേക്കും അവരെടുക്കണ എന്താ, ഇതെന്തോ മന്ത്രവാ. മനസ്സ് വളരെ വീക്കാണ്. അപ്പൊ ഞങ്ങൾ അച്ഛനോട് ചോദിച്ചു, പറഞ്ഞു പോസിറ്റീവ് എക്സസൈസുകളാണെങ്കിലും അവർക്ക് ഇത്തരത്തിൽ ബാധിക്കും. കാരണം ഈ പ്രദേശം കൾച്ചറലി അങ്ങനെയാണ് നമ്മള്. അപ്പൊ ഞാൻ ഒരു ചോദ്യം കുത്തിക്കൊണ്ട് ചോദിച്ചു, അച്ഛാ പിന്നെ ഇത്രയും പതിറ്റാണ്ടുകൾ നമ്മൾ കൊടുത്ത എഡ്യൂക്കേഷന്റെ ഫലം എന്ത് ചെയ്യും?
എന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചു. പക്ഷെ പുള്ളി പറയുന്നത് പോപ്പുലേഷനിൽ ഇത്ര ശതമാനമല്ലേ നമ്മുടെ സ്കൂളിൽ എത്തുന്നുള്ളൂ എന്ന രീതിയിൽ. പിന്നെ മറുഭാഗത്ത് റിലീജിയസ് സൈഡിൽ നിന്ന് അവർക്ക് എന്തൊക്കെ കിട്ടണമെന്ന് നമുക്ക് അറിയില്ലല്ലോ. ഈ ലീഡേഴ്സ് വന്നിട്ട് കൊടുക്കണവര് അവർ ഈ ബ്ലാക്ക് ഇൻക്ലിനേഷൻ ഉള്ളവരാണ്, അതാണല്ലോ അവരുടെ ഉള്ളിലേക്ക് പോവുക. ഏത് അവരുടെ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാനുള്ള കപ്പാസിറ്റി അതതിന്റെ തമാശ സൈഡ്. ആ ഇനത്തിൽ ഒരെണ്ണം കൂടെ ഉള്ളത് ഫിസ്റ്റ് ഓപ്പണിംഗ് ആണ് കേട്ടോ. അതായത് എന്നെ പോലെ അല്ലെ ഗുരുവിളെ പോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പുരുഷന്റെ ശക്തി കൂടിയ വലത് കൈ ഞങ്ങൾ ഇരിക്കുമ്പോൾ മോന്റെ കുഞ്ഞിന്റെ സ്ഥാനത്ത് പെൺകുട്ടിയാന്ന് വിചാരിക്കാം, അവൾക്ക് നിന്നുകൊണ്ട് അവളുടെ ഇടത് കൈ കൊണ്ട് തുറക്കാൻ പറ്റുമോ ഈ മുഷ്ടി? നമ്മൾ ആ കൊച്ചിന്റെ പേര് വിളിച്ച് ചിയർ ചെയ്യും, ആ കൊച്ച് നിശ്ചിത സമയത്തിനുള്ളിൽ തുറന്നിരിക്കും. അപ്പൊ തുറന്നു കഴിയുമ്പോൾ ഞങ്ങൾ ചോദിക്കും, ഞങ്ങൾ വിട്ടുകൊടുത്തു എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ചിലർ പറയും ഉണ്ടെന്ന് പറയും. അപ്പൊ ഞാൻ പറയും ഇതാണ്, പലയിടത്തും എന്റെ കൈ ബ്ലീഡ് ചെയ്തിട്ടുണ്ട്. ആ കൈ ബ്ലീഡ് ചെയ്യും. മോനെ ചോദിച്ചത് കൈ ബ്ലീഡ് ചെയ്തിട്ടുണ്ട്. ഒരു വെന്യൂവില് എന്റെ നഖത്തിൽ നിന്ന് ദശ പൊളിച്ചിട്ടുണ്ട്. അതായത് നഖം ഉണ്ടോ നമ്മൾ നോക്കാതെ ആയിരിക്കും ആളെ തെരഞ്ഞെടുത്തിട്ടുണ്ടാവും. Within 90 seconds they opened the fist. Okay.